നമസ്കാരം, ഏവർക്കും അക്ഷയ ഇൻഫോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓണം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് ആഘോഷത്തിന്റെ മാത്രം സമയമല്ല, കുടുംബ ചിലവുകൾ കൂടുന്ന സമയമാണ്. കുട്ടികളുടെ പഠന ചിലവ്, ഭക്ഷണ ചിലവ്, വസ്ത്രം, യാത്ര, ചികിത്സ എല്ലാം ഒരുമിച്ച് വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള ചെറിയൊരു സഹായം പോലും പല കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. എന്നാൽ ഓണത്തിന് തൊട്ടു മുൻപ് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. സ്ത്രീകൾക്കുള്ള സഹായം എന്തുകൊണ്ട് നിർത്തി? സ്കൂൾ കുട്ടികൾക്ക് നൽകേണ്ട ഓണക്കാല അരി എവിടെ? ആദിവാസി വിഭാഗത്തിലെ വയോജനങ്ങൾക്കുള്ള ഓണക്കാല സഹായത്തിൽ മാറ്റം വന്നത് എന്തുകൊണ്ട്? ഏറ്റവും പ്രധാനമായി ക്ഷേമ പെൻഷൻ ഓണത്തിന് മുൻപ് ലഭിക്കുമോ? ഈ വിഷയങ്ങളിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ ഓരോന്നായി നമ്മൾ വിശദമായി പരിശോധിക്കാം. സ്ത്രീകൾക്കായി നടപ്പിലാക്കിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് പ്രധാന വിമർശനം. പിണറായി വിജയന്റെ വാദപ്രകാരം ഏകദേശം 16 ലക്ഷം വീട്ടമ്മമാർക്ക് സഹായം ലഭിച്ചിരുന്ന ഈ പദ്ധതി ഇപ്പോൾ നിർത്തലാക്കിയതോടെ നിരവധി സ്ത്രീകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം, ഈ സഹായം നിർത്തിയതാണോ? നിർത്തിയെങ്കിൽ എന്തുകൊണ്ടാണ്? ഇനി വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം ചോദ്യങ്ങളാണ്. പദ്ധതിയെ ആശ്രയിച്ചിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു സർക്കാർ ക്ഷേമ പദ്ധതി ലഭിക്കുമ്പോൾ അതിനെ ആശ്രയിച്ച് കുടുംബങ്ങൾ അവരുടെ മാസ ചിലവുകൾ ക്രമീകരിക്കാറുണ്ട്. പ്രത്യേകിച്ച് സ്ഥിരമായി വരുമാനമില്ലാത്ത വീട്ടമ്മമാർക്ക് ചെറിയൊരു മാസ സഹായം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി വിജയൻ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം ഇതാണ്: പദ്ധതി നിർത്തലാക്കിയതോടെ ഗുണഭോക്താക്കളായിരുന്ന സ്ത്രീകൾക്ക് സഹായം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ശരിയാണോ? നിലവിലെ സർക്കാർ ഇത് സംബന്ധിച്ച് എന്താണ് വിശദീകരിക്കുന്നത് എന്നതും ഗുണഭോക്താക്കൾ പ്രത്യേകം പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വിവരങ്ങളും ഔദ്യോഗിക അറിയിപ്പുകളുമായി കാണാനും പാടില്ല എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഓണക്കാല സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന അരിയെ കുറിച്ചാണ് അടുത്ത വിമർശനം. പിണറായി വിജയൻ പറയുന്നത് കുട്ടികൾക്ക് നൽകേണ്ടിയിരുന്ന 5 കിലോ അരി 4 കിലോയായി കുറച്ചുവെന്നും അതോടൊപ്പം വിതരണം വൈകിയെന്നുമാണ്. ഇവിടെ മറ്റൊരു പ്രശ്നവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂളുകൾ ഇതിനകം ഓണാവധിക്ക് അടച്ചുപൂട്ടിയ ശേഷം പോലും കുട്ടികൾക്കുള്ള അരി വിതരണം വൈകുന്നു എന്നാണ് ആരോപണം. ഇത് എന്തുകൊണ്ട് പ്രധാനമാണെന്നുള്ള ചോദ്യമുണ്ട്. ഓണക്കാലം അടുത്തെത്തുമ്പോൾ ഭക്ഷ്യചെലവ് കൂടുന്ന സാഹചര്യമാണ്. കുട്ടികൾക്ക് ലഭിക്കുന്ന അരി വലിയൊരു അളവല്ലെന്ന് തോന്നുമെങ്കിലും ആയിരക്കണക്കിന് കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ടുള്ള സാമ്പത്തിക സഹായമാണ്. 1 കിലോ അരിയുടെ വില പോലും ഇന്ന് കുടുംബ ബഡ്ജറ്റിൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ 5 കിലോ നൽകേണ്ടിയിരുന്ന ഇടത്ത് 4 കിലോ ആക്കിയോ എന്നുള്ള ചോദ്യമുണ്ട്. വിതരണം എപ്പോൾ ആരംഭിക്കും? എല്ലാ അർഹരായ കുട്ടികൾക്കും ലഭിക്കുമോ? സ്കൂൾ അടച്ചതിന് ശേഷം വിതരണം എങ്ങനെ നടത്തും? എന്നിവയാണ് രക്ഷിതാക്കൾക്ക് അറിയേണ്ട പ്രധാന കാര്യങ്ങൾ. ഇവിടെ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് അന്തിമമായി ഇനി പരിഗണിക്കേണ്ടതും. ഇനി മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരാം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകുന്ന ഓണക്കാല സഹായത്തെ കുറിച്ചാണ് അടുത്ത വിമർശനം. പിണറായി വിജയൻ പറയുന്നത്, അതായത് ഇപ്പോൾ മുൻപ് 1000 രൂപയുടെ ഓണക്കാല സഹായം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മുണ്ട് വിതരണം ചെയ്യുന്നതിലേക്ക് പദ്ധതി മാറി എന്നാണ് വിമർശനം. ഇവിടെയാണ് അദ്ദേഹം ഒരു പ്രധാന ചോദ്യം ഉന്നയിക്കുന്നത്. നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം വസ്ത്രം നൽകുന്നതിന്റെ യുക്തി എന്താണ്? ഒരു വയോധികന് 1000 രൂപ ലഭിച്ചാൽ അതുപയോഗിച്ച് അയാൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം വാങ്ങാം, ഭക്ഷണം വാങ്ങാം, മരുന്ന് വാങ്ങാം, യാത്രാ ചിലവാകാം, വീട്ടിലെ മറ്റേതെങ്കിലും അത്യാവശ്യ ചെലവുമാകാം. പക്ഷെ ഒരു വസ്ത്രം നൽകിയാൽ അതിന്റെ ഉപയോഗം അതേ രീതിയിൽ സ്വതന്ത്രമായി തീരുമാനിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരു വസ്ത്രം നൽകിയതിൽ അതിന്റെ ഉപയോഗം എന്താണെന്നുള്ള യുക്തിയും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ടുള്ള സാമ്പത്തിക സഹായം കൂടുതൽ പ്രായോഗികമാണെന്ന വാദം ഉയരുകയാണ്. അതേസമയം സർക്കാർ മുണ്ട് വിതരണം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള നയം എന്താണെന്നും അത് ഏത് വിഭാഗക്കാർക്കാണ് ബാധകമെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ഔദ്യോഗിക സർക്കാർ ഉത്തരവുകളും തമ്മിൽ വ്യത്യാസമുണ്ടാകാം. ഇനി കേരളത്തിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാന വിഷയത്തിലേക്ക് വരാം: ക്ഷേമ പെൻഷൻ. ഓണം അടുത്തെത്തിയതോടെ പല പെൻഷൻ ഗുണഭോക്താക്കളുടെയും മനസ്സിലുള്ള ചോദ്യം ഒന്നു തന്നെയാണ്: പെൻഷൻ എപ്പോൾ അക്കൗണ്ടിലെത്തും?
ഓണത്തിന് മുൻപ് അക്കൗണ്ടിൽ എത്തുമോ എന്നെല്ലാം ആണ് ചോദിക്കുന്നത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയ ശേഷം പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം എന്താണ്? സർക്കാർ അടിയന്തരമായി ഇടപെടണം. അതുപോലെ ഓണത്തിന് മുൻപ് സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സർക്കാർ വിപണിയിൽ ഇടപെടണം. ഇതിനായി കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും സഹകരണ മേഖലകളും എല്ലാം കൂടുതൽ ശക്തമായി ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇത് എന്തിനാണ്? ഓണം അടുക്കുമ്പോൾ പല സാധനങ്ങളുടെയും വില വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പച്ചക്കറി, അരി, പയർവർഗ്ഗങ്ങൾ, വെളിച്ചെണ്ണ, പഞ്ചസാര, മറ്റ് പലചരക്ക് സാധനങ്ങൾ. സാധാരണ കുടുംബങ്ങൾക്ക് ഇത് വലിയ പ്രശ്നവുമാണ്. അതുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ വഴി കുറഞ്ഞ വിലയിൽ ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം എന്നാണ് അദ്ദേഹത്തിന്റെ വാദവും കൂടെ. നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഓണം എല്ലാവർക്കും ഒരുപോലെ സാമ്പത്തികമായി സന്തോഷകരമായ ഒരു കാലമല്ല. ഒരു വിഭാഗത്തിന് ഓണം ഷോപ്പിങ്ങും യാത്രയും ആഘോഷങ്ങളുമാണ്. പക്ഷേ മറ്റൊരു വിഭാഗത്തിന് ഈ മാസം എങ്ങനെ ചിലവ് നിയന്ത്രിക്കും എന്നതാണ് വലിയ ചോദ്യം. ഒരു വയോധികന് പെൻഷൻ കിട്ടിയാൽ അതിന്റെ വലിയൊരു ഭാഗം മരുന്നായി പോകാം. ഒരു വീട്ടമ്മയ്ക്ക് ലഭിക്കുന്ന സഹായം വീട്ടു ചിലവുകളിലേക്ക് പോകാം. ഒരു തൊഴിലാളി കുടുംബത്തിന് കുട്ടികൾക്കുള്ള അരി വലിയ ആശ്വാസമായേക്കാം. ഒരു ആദിവാസി കുടുംബത്തിന് സർക്കാർ നൽകുന്ന ചെറിയ സഹായം പോലും ഓണക്കാലത്ത് പ്രധാനപ്പെട്ടതായിരിക്കാം. അതുകൊണ്ട് ക്ഷേമ പദ്ധതികൾ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം മാത്രമല്ല, അത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതുമാണ്. നമ്മൾ ഇതെല്ലാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. ഇതെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങളാണോ, ഇതെല്ലാം സത്യമാണോ എന്നുള്ളതെല്ലാം നിങ്ങൾ തന്നെ പറയൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.